എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അദ്ദേഹം മേജറാണ്. നമ്മള് പിണറായി വിജയന് പഠിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം എന്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടില് ക്യാപ്റ്റൻ, കപ്പിത്താൻ, കാരണഭൂതൻ ഇതൊക്കെ കോൺഗ്രസ്സുകാരും UDFകാരും വെറുക്കുന്ന വാക്കുകളാണ്. കാരണം ആ ഒരു ശൈലിയാണ് നമ്മൾ എതിർത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചർച്ച തന്നെ കോൺഗ്രസിന് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എപ്പോഴാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്നത്? എപ്പോഴാണ് കോൺഗ്രസിന് UDFന് വിജയിക്കാൻ കഴിയുന്നത്? ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് വർക്ക് ചെയ്യുമ്പോഴാണ്. അതിനുള്ള ഒരു മെച്യൂരിറ്റി, അതിനുള്ള ഒരു സീനിയർ ലീഡേഴ്സ് കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചർച്ച വളരെ അനാവശ്യവും പ്രവർത്തകരുടെ മൊറയിലിനെ താഴ്ത്തുന്നതുമാണ്. മാത്രമല്ല, ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നറേറ്റീവ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊരു ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിനോ നല്ല കാര്യമായിരിക്കില്ല. ഒരു മാധ്യമത്തില് ക്യാപ്റ്റൻ എന്ന് VD സതീശനെ വിശേഷിപ്പിച്ചിരുന്നു. അതിൽ എന്താണ് നിലപാട് എന്നാണ്, അഭിപ്രായം എന്നാണ് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ മറുപടി താനും ബൈ ഇലക്ഷൻ ജയിപ്പിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയും ജയിപ്പിച്ചിട്ടുണ്ട്, തനിക്കൊന്നും ആ സമയത്ത് ക്രെഡിറ്റ് കിട്ടിയിട്ടില്ല, ആരും തന്നെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ അതൊരു ഡബിൾ സ്റ്റാൻഡ് ആണ്. അല്ല, ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ജയിച്ചപ്പോ എന്നെ ആരും അങ്ങനെ ക്യാപ്റ്റനെ വിളിച്ചില്ലല്ലോ. എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചല്ലോ. അന്ന് ക്യാപ്റ്റനുള്ള പദവി എനിക്ക് തന്നില്ല. അതെന്താ തരാഞ്ഞത്? അതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. തീർച്ചയായും നേതാവിന് ഈ വിജയത്തിൽ ഒരു മുഖ്യ പങ്കുണ്ട്. അല്ല, അതിലൊക്കെ ഒരു PR കൈകൾ ഉണ്ടാവുമോ ശ്രീ രമേശ് ചെന്നിത്തല? ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. പ്രതിപക്ഷ നേതാവ് ആരാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായാൽ അതിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്, അതിന് അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു അംഗീകാരമുണ്ട്. അതിലൊന്നും ആരും സംശയമില്ല. പക്ഷേ ഞാൻ വിജയിച്ചപ്പോഴൊന്നും എന്നെ ആരും ക്യാപ്റ്റനും ആക്കിയില്ല, കാലാൾപ്പട പോലും ആക്കിയിട്ടില്ല, ഒരു ചാനലും ഒരു പത്രവും. ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ ഒരു ശൈലി കോൺഗ്രസിന് ചേർന്നതല്ലെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതി പണ്ടുണ്ടായിരുന്നില്ലെന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ആയിരുന്നപ്പോൾ ആ നിലയിൽ അദ്ദേഹം ജയിച്ചപ്പോൾ അങ്ങനെ എടുത്തിട്ടില്ല, അതൊരു കോൺഗ്രസ് ശൈലി അല്ല എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ മാധ്യമങ്ങൾക്ക് അവർക്ക് അവരുടേതായ ഒരു വ്യൂ പോയിന്റ് എയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റാരെയും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സാധാരണ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഞങ്ങളൊരു ചെറുപ്പക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ അങ്ങേയറ്റം ഒരു നിരാശ ഉണ്ടാക്കുന്ന രീതിയാണ്. ഈ നിലയിൽ ലീഡർഷിപ്പ് പോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസിഡേർഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ. 2026 പാർട്ടിയെ സംബന്ധിച്ച്, മുന്നണിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെക്കാൾ കൂടുതൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അനുഭാവികളുണ്ട്. അവരെപ്പോഴും പറയുന്ന കംപ്ലൈന്റ്, നിങ്ങൾക്കൊരു വിജയമുണ്ടായാൽ, നിങ്ങൾക്കൊരു നല്ല അവസരം ഉണ്ടായാൽ നിങ്ങൾ തമ്മിൽ തല്ലിയത് കള. ഇതാണ് അവർ ഏക പരാതി കോൺഗ്രസിനെ സംബന്ധിച്ച്. ഞാൻ എന്താ പറഞ്ഞത്? ടീം UDF ആണ്. ടീം UDF ഒറ്റ വാചകം ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്.